IPL മാച്ച് നമ്പർ 53 അവസാനിച്ചപ്പോൾ ഒരു ത്രില്ലിംഗ് മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ച കൊൽക്കത്ത ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ താരതമ്യേന സ്ലോ ആയ ഒരു തുടക്കമായിരുന്നു KKRന് ലഭിച്ചത്. നാരായൺ തുടക്കത്തിലെ പോയപ്പോൾ 4-ാം ഓവർ മുതലായിരുന്നു ഒരു മൂവ് ഓൺ നടത്താൻ കൊൽക്കത്ത ശ്രമിച്ചത്. പവർ പ്ലേയിൽ 56-1 KKR. രഹാന പോയ ശേഷം റസലിനെ പ്രൊമോട്ട് ചെയ്ത തീരുമാനമാണ് ഇന്ന് കൊൽക്കത്തയ്ക്ക് ഗെയിം ചേഞ്ചിങ് ആയി മാറിയത്. തുടക്കത്തിൽ റസൽ ടൈം എടുത്തപ്പോൾ ഈ തീരുമാനം തെറ്റായേക്കുമെന്ന് തോന്നിച്ചെങ്കിലും 16-ാം ഓവറിൽ ഫാസ്റ്റ് ബോളേഴ്സ് വന്നത് മുതൽ റസൽ തനി നിറം കാണിക്കാൻ തുടങ്ങി. 25 പന്തിൽ റസൽ 57 അടിച്ചപ്പോൾ റിങ്കു 6 പന്തിൽ 19 നേടി KKRന്റെ ഫിനിഷ് ടോപ്പാക്കി. 106-4 എന്ന നിലയിലാണ് KKR മത്സരം അവസാനിപ്പിച്ചത്. പന്ത് ചെറുതായി ഗ്രിപ്പ് ചെയ്തിരുന്ന ഒരു ട്രാക്കിൽ സ്ലോ ബോളുകൾ ഉപയോഗിക്കാതെ യോർക്കറുകൾ തന്നെ എറിയാൻ നോക്കി ലെങ്ത് നഷ്ടപ്പെട്ടാണ് രാജസ്ഥാന്റെ ഫാസ്റ്റ് ബോളേഴ്സ് നടിവാങ്ങിയത്. ഹസരംഗ, തീക്ഷ്ണ തുടങ്ങിയ 2 പ്രീമിയർ സ്പിന്നേഴ്സും കാഴ്ചക്കാരായി മാത്രം മാറിയപ്പോൾ 8 ഓവറിൽ 76 ഈ രണ്ടുപേരും വഴങ്ങിയത്. അവിടെ തന്നെ ഗെയിമിന്റെ കൺട്രോൾ രാജസ്ഥാന് നഷ്ടപ്പെട്ടു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും നല്ല തുടക്കമല്ലായിരുന്നു രാജസ്ഥാന് ലഭിച്ചത്. വൈഭവ്, കുനാൽ റാത്തോർ എന്നിവർ ചീപ്പായി തന്നെ പുറത്തായപ്പോൾ പവർ പ്ലേയിൽ 59-2 രാജസ്ഥാൻ. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ് 2 എൻഡിലും സ്പിന്നെത്തിയപ്പോൾ ജയ്സ്വാൾ, ജൂരൽ, ഹസ്രംഗ എന്നിവർ പെട്ടെന്ന് പുറത്തായി. 71-5 എന്ന നിലയിലേക്ക് രാജസ്ഥാൻ തകർന്നു. ഒരു വലിയ പരാജയം ടീം ഉറ്റുനോക്കിയപ്പോഴായിരുന്നു ക്യാപ്റ്റൻ പരാഗ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. 13-ാം ഓവറിൽ മൊയിൻ അലിക്കെതിരെ 5 6 അടിച്ച് മൊമെന്റം പരാഗ് തിരികെ പിടിച്ചു. 15 ഓവർ ആയപ്പോഴേക്കും ടീം ടോട്ടൽ 150 കടന്നിരുന്നു. എന്നാൽ ടൈം ഔട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഹർഷിത്തിനെ ബോൾ ഔട്ട് ചെയ്യാനുള്ള രഹാനയുടെ തീരുമാനം കൊൽക്കത്തയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. സ്ലോ ബോളുകൾ ഇൻടു ദ വിക്കറ്റിലേക്ക് ഹർഷിത്ത് എറിഞ്ഞതോടെ 16-ാം ഓവറിൽ ഹെഡ്മയറേയും 18-ാം ഓവറിൽ പരാഗിനെയും ഹർഷിത്ത് മടക്കി. ഇതിനിടയിൽ പുതിയ ബാറ്ററായ ശുഭൻ ദുബെക്കെതിരെ നരേന്റെ ഒരു ഓവർ കയറ്റി 5 റൺസ് മാത്രം വിട്ടുകൊടുത്ത് കൊൽക്കത്ത പ്രഷറും കൂട്ടി. അവസാന 2 ഓവറിൽ 33 രാജസ്ഥാന് വേണ്ടിയിരുന്നത്. 19-ാം ഓവറിൽ റസൽ 11 മാത്രം വിട്ടുകൊടുത്തതോടെ ലാസ്റ്റ് ഓവറിൽ ടാർഗറ്റ് 22 യോർക്കറിന് ശ്രമിച്ച വൈഭവ് ലെങ്ത് മിസ്സാക്കിയപ്പോൾ 2 6ഉം ഒരു 4ഉം അടക്കം 19 റൺസ് ആദ്യ 5 പന്തിൽ രാജസ്ഥാൻ നേടി. അതോടെ അവസാന പന്തിൽ 3 റൺസായി വിജയലക്ഷ്യം. എന്നാൽ ലാസ്റ്റ് പന്തിൽ കറക്റ്റായി യോർക്കർ എക്സിക്യൂട്ട് ചെയ്ത വൈഭവ് 1 റൺസിന്റെ വിജയം KKRന് സമ്മാനിക്കുകയാണ് ചെയ്തത്. അവസാന ഓവറിൽ ഉൾപ്പെടെ റിങ്കുവിന്റെ ഫീൽഡിംഗും മിനിമം ഒരു 10 റൺസെങ്കിലും KKRന് ഇന്ന് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൺഔട്ട് വന്ന ലാസ്റ്റ് പന്തിലെ ത്രോയും റിങ്കു തന്നെയാണ് നടത്തിയത്. ഓവറോളായി കൊൽക്കത്തയുടെ ഡിസിഷൻ മേക്കിംഗ് ആണ് മത്സരത്തിൽ ഗെയിം ചേഞ്ചിങ് ആയി മാറിയത്. റസലിനെ പ്രൊമോട്ട് ചെയ്തതും ഹർഷിത്തിന്റെ ഓവർ നേരത്തെ ഉപയോഗിക്കാൻ നോക്കിയതും ഇതിൽ ഉൾപ്പെടുന്നു. വിജയത്തോടെ 11 പോയിന്റുമായി കൊൽക്കത്ത 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കൊൽക്കത്ത 206 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 1 റണ്ണിന്റെ പരാജയം രാജസ്ഥാൻ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്.